അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത് അയ്യകൂനൽ വലദു ഗൈളൻ, നമ്മുടെ മക്കൾ വാശി പിടിക്കുന്ന ദേഷ്യക്കാരായി ദുർവാശിക്കാരായി മാറുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന്. പണ്ടൊക്കെ നമ്മൾ നമ്മുടെ സ്കൂളിൽ പഠിച്ച മനോഹരമായ കവിതകളുണ്ട്. ആ കവിതകളിലൊക്കെ ചില എത്തിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി. അതിന്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു സദസ്സിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ മക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ കഥ എന്ന് പറയുന്നത് വീടിന്റെ മുറ്റത്തുള്ള ഒരു മാവിൽ നിന്ന് മാമ്പഴം താഴേക്ക് വീഴുമ്പോ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളികളെ കുറിച്ചാണ് ഈ കവിത പാടുന്നത്. അങ്കണച്ചൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ നേതൃത്വത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിന് മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പോയിട്ടുണ്ണികൾ വിരിയവേ. അമ്മ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോലമലർ ചെണ്ടെന്നോടി ചാളതി ചടുത്തെത്തി. ചോടിച്ചു മതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വറുത്തു കളഞ്ഞല്ലോ ശ്രുതി കുരുന്നനി. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ പാപം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപേഴും മലർക്കുലായെറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. മാങ്കനി വീഴാൻ കാത്തോ നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ടു പാരലോകത്തെ പോകി. അർത്ഥം മനസ്സിലായ ആളുകൾ എന്താണ് ഈ കവിതയുടെ ആശയം, തീമെന്ന് മനസ്സിലായ ആളുകൾ ആരുമില്ല, കുറച്ചാളുകൾ. അപ്പൊ ഞാനൊന്നുകൂടി അർത്ഥം വെച്ച് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇതിന്റെ ആശയം മനസ്സിലാക്കി. സ്വാഭാവികമായി നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മാവിന്റെ തൈകളുണ്ട്. ആ മാവിന്റെ തൈകളൊക്കെ നമ്മുടെ കുട്ടികൾ അത് കാണുമ്പോൾ കുട്ടികൾക്കറിയില്ല ഈ പൂവാണ് പിന്നെ വലുതായിട്ട് മാങ്ങയാവുന്നതും ഇത് പഴുത്ത് നമ്മൾ തിന്നേണ്ടതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്വത കുട്ടികൾക്ക് എത്തൂല. ചെറിയ കുട്ടികൾ സ്വാഭാവികമായി കയ്യെത്തും ദൂരത്തുള്ള ഒരു മാമ്പഴത്തിന്റെ പൂവിങ്ങനെ തെളിർത്ത് അതിൽ നിന്ന് ഉണ്ണി മാങ്ങ, ചെറിയ മാങ്ങ, നമ്മളൊക്കെ കഴിച്ചു തിന്നുന്ന ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ മാങ്ങ. ഇത് കണ്ടപ്പോ ഈ കുട്ടി എന്തെന്ന് വെച്ചാൽ ആ മാമ്പഴത്തിന്റെ കൊമ്പ് പൊട്ടിച്ചിട്ട് ഉമ്മയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ വേൾഡ് കപ്പ് കിട്ടിയതുപോലെ സന്തോഷത്തോടെ ഓടിച്ചാടി വരുന്ന രംഗമാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പൊ ഉമ്മ ഈ കുട്ടിയോട് തിരിച്ച് പ്രതികരിക്കുന്ന രീതി ഉമ്മയ്ക്ക് പിന്നെ കണ്ണുനീരായി മാറി. നോക്കൂ നിങ്ങൾ, അങ്കണച്ചൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ നേതൃത്വത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. അഥവാ ആ മാമ്പഴത്തിലെ ആദ്യ പഴം വീഴുമ്പോ സ്വാഭാവികമായി വീട്ടുകാർ സന്തോഷിക്കേണ്ടതാണ്. അന്ന് സന്തോഷത്തിന് പകരം മാമ്പഴത്തിന്റെ കൂടെ ഉമ്മയുടെ കണ്ണുനീർ തുള്ളികളും ഭൂമിയിലേക്ക് ഇറ്റു വീണു. എന്താണ് അതിന്റെ കാരണം? 4 മാസത്തിന് മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പോയിട്ടുണ്ണികൾ വിരിയവേ. 4 മാസം മുമ്പ് ഈ മാങ്ങയോടുള്ള കൊതി കാരണം ഇതിന്റെ പൂവിൽ നിന്ന് ഉണ്ണികൾ വിരിഞ്ഞ ആ പൂവിന്റെ ഒരു കൊല. അമ്മ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലും മലർ ചെണ്ടെന്നോടി ചാളാതി ചടുത്തെത്തി. ചെറിയ ചെറിയ ഉണ്ണിമാങ്ങ കണ്ടപ്പോ അത് പറിച്ചിട്ട് സന്തോഷത്തോടെ ഉമ്മ എനിക്ക് മാങ്ങ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ പൂത്തിരി കത്തിച്ച പോലെയുള്ള മാവിന്റെ കൊമ്പെടുത്തിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് വന്നു. ഉമ്മ സത്യത്തിൽ ആ സമയത്ത് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞൊന്ന് ചേർത്ത് പിടിക്കണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലാസ് പൊട്ടിക്കുമ്പോഴും ഫോണ് പൊട്ടിക്കുമ്പോഴും കാറിലുള്ള നമ്മുടെ ബമ്പറിലോ കാറിന്റെ സൈഡിലൊക്കെ വരച്ച് കളയുമ്പോഴും സോഫ സെറ്റിലേക്ക് എഴുതി വെക്കുമ്പോ ചുമരിലേക്ക് എഴുതി വെക്കുമ്പോ ആദ്യം തന്നെ മക്കളെ പോയിട്ട് ശകാരിക്കുകയല്ല വേണ്ടത്.
മാഷാ അല്ലാഹ് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. പിന്നെ അവരോട് പറയണം, മോനെ ഇത് സോഫ സെറ്റിലല്ല എഴുതേണ്ടത്, എനിക്ക് ഞാനൊരു പുസ്തകം തരാം എന്ന് പറഞ്ഞൊരു പെണ്ണും ഒരു പുസ്തകം കൊടുക്കണം, ഇവിടെ എഴുതേണ്ടത്. ഇത് ചുമരിലല്ല മോനെ എഴുതേണ്ടത്, ഇത് എഴുതേണ്ടത് പുസ്തകത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും പുസ്തകം കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലൊക്കെ എഴുതിയാൽ പിന്നെ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കണം, കുട്ടിയെ ഇത് ഇവിടെ എഴുതാൻ പാടില്ല, ഇവിടെ എഴുതിയാൽ ഇത് പരിക്കാണ്, ഇത് ശരിയാക്കാൻ നല്ല ചെലവുണ്ട്. ഇത്തരം വിഷയങ്ങൾ പിന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇത് കണ്ട പാടെ നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ട് ആ പാവപ്പെട്ട മക്കൾക്കെതിരെ ഒരു വാക്ക് പറയുമ്പോൾ അവരുടെ മനസ്സൊന്ന് വേദനിച്ചു പോയാൽ, ആ വേദനിച്ച മനസ്സിൽ നിന്നൊരു വാക്ക് അവർ പറഞ്ഞു പോയാൽ പിന്നെ ലോകാവസാനം വരെ അതിന്റെ വേദന തിന്നാലും ഒരിക്കലും നമ്മൾക്ക് സമാധാനം തിരിച്ചു കിട്ടൂല. അതെവിടെ നോക്കൂ നിങ്ങൾ. അങ്ങനെ ഉമ്മയുടെ അടുത്തേക്ക് ഈ മാമ്പഴത്തിന്റെ കൊലയുമായിട്ട് വരാൻ. അപ്പൊ ഉമ്മ ദേഷ്യപ്പെടുന്ന രംഗാണ് അടുത്ത കവിതയിൽ പറയുന്നത്. ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നെ നീ. കേട്ടോ, മനസ്സിലായോ? ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നെ നീ. എടാ കുരുത്തം കേട്ടോനെ, നിനക്ക് കുടിച്ചു കളയാനുള്ളതാണോ? നല്ല മാങ്ങയൊക്കെ മാങ്ങ പൊടിച്ച് തിന്നേണ്ട നീ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതോ തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. മാമ്പഴം വീഴുന്ന സമയത്ത് ഓടിച്ചെന്ന് മാങ്ങ പറിക്കേണ്ട നീ അതിന്റെ പൂങ്കുല പൊറിച്ചത് നിനക്ക് അടി കിട്ടാഞ്ഞിട്ടല്ലട കുരുത്തം കേട്ടോൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഭാര്യമാരും നമ്മളൊക്കെ ശകാരിക്കുന്നത് പോലെ ആ കുട്ടിയെ ശകാരിച്ചു. സത്യത്തിൽ കുട്ടി ആവേശത്തോട് പറയാൻ, മെസ്സിക്കൊക്കെ വേൾഡ് കപ്പ് കിട്ടിയതുപോലെ ഒരു ആവേശമാണ് കുട്ടിക്ക് ആ സമയത്തുള്ളത്. ഇത് കിട്ടുമ്പോ കുട്ടിയുടെ മനസ്സിൽ എത്രത്തോളം ആവേശമാണുള്ളത്. ഈ ആവേശത്തെയാണ് ഉമ്മ തല്ലി തകർക്കുന്നത്. സ്വാഭാവികമായി ഉമ്മ എന്നെ അഭിനന്ദിക്കുമെന്ന് വിചാരിച്ച കുട്ടി ഉമ്മയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ആക്ഷേപമാണ്. ഉമ്മയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ശകാരമാണ്. ഉമ്മയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ചീത്ത പറച്ചിലാണ്. ഇത് കുട്ടിയുടെ വല്ലാതെ വേദനിപ്പിക്കാൻ. പൈതലിൻ ഭാവം മാറി വദനാഭുജം പാടി കൈതവം കാണാ കണ്ണുനീർ തടാകമായി. ഇത് കേട്ടപ്പോ കുട്ടിയുടെ മുഖം മാറി. കുട്ടിയുടെ ആകെ മനസ്സൊക്കെ വേദനിച്ചു കുട്ടിയുടെ. എന്നിട്ടോ കുട്ടിയുടെ കണ്ണിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഒഴുകാൻ തുടങ്ങി. ഉമ്മ എന്നെ ശകാരിച്ചല്ലോ, ഉമ്മ എന്നെ അപ്രിസിയേഷൻ നൽകി സ്വീകരിക്കേണ്ടതിന് പകരം എന്നെ ശകാരിക്കുകയാണല്ലോ, ഇൻസൾട്ട് ചെയ്യുകയാണല്ലോ ഉമ്മ ചെയ്തത്. കുട്ടി ഒരു വാക്ക് ഉമ്മയോട് പറഞ്ഞു, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപേഴും അലർക്കുലായെറിഞ്ഞു വെറും മണ്ണിൽ. നിങ്ങളെ മാമ്പഴവും എനിക്ക് വേണ്ട, നിങ്ങളെ മാങ്ങയും വേണ്ട, നിങ്ങളെ മണ്ണാങ്കട്ടയും വേണ്ട എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന പൂങ്കൽ ഉമ്മയുടെ മുന്നിൽ വെച്ച് വലിച്ചെറിഞ്ഞു. ഇനി കവി ചോദിക്കാണ്, നമ്മളെ പോലെയുള്ള ചെറിയ മക്കളെ ശകാരിക്കുന്ന, ചെറിയ മക്കളെ ചീത്ത പറയുന്ന, ചെറിയ മക്കളെ ശപിക്കുന്ന നമ്മളെ പോലെയുള്ള ഉമ്മമാരോട് കവി ചോദിക്കാം, വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഒരു വാക്ക് പോലും കൂട്ടി സംസാരിക്കാൻ അറിയാതെ അതങ്ങനും ഇങ്ങനൊക്കെ പെറുക്കിയെടുത്തിട്ട് അങ്ങനും ഇങ്ങനും പെറുക്കിയെടുത്ത് സംസാരിക്കുന്ന നമ്മുടെ മക്കൾ, ഉപ്പ എന്ന് മര്യാദയ്ക്ക് പറയാൻ പറ്റാത്ത നമ്മുടെ മക്കൾ, ആ മക്കളെയൊക്കെ ശകാരിക്കാനും പേടിപ്പിക്കാനും നിങ്ങൾ ആര് ദൈവമാണോ? നിങ്ങൾക്കാണോ അവരുടെ ഭാവി അറിയാൻ കഴിയുന്നത്? എന്നിട്ട് നോക്കൂ നിങ്ങൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ടു പാരലോകത്തെ പോകി. ഈ കുട്ടി പറഞ്ഞതെന്താ? ഞാൻ മാങ്ങ പറിക്കാൻ വരുന്നില്ല. 4 മാസമാവണം ഇനി മാങ്ങ പഴുത്തു വരണമെങ്കിൽ. ആ 4 മാസം ആവുന്നതിന് മുമ്പ് കുട്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവാൻ, കുട്ടി മരിച്ചു പോവാൻ. അങ്ങനെ മരിച്ചതിന് ശേഷം ആദ്യമായി മാങ്ങ ഭൂമിയിലേക്ക് വീഴുന്ന രംഗമാണ് ആദ്യത്തെ കവിതയിൽ പറയുന്നത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ നേതൃത്വത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. ആദ്യത്തെ മരത്തിൽ നിന്നുള്ള മാങ്ങ വീണപ്പോ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളി വീണു. എന്തുകൊണ്ട്? ഇത് പെറുക്കേണ്ട മകൻ ഇന്നില്ല. എന്താണ് കാരണം? എന്റെ ഒരു നിമിഷത്തെ ക്ഷമ കൈവടിഞ്ഞുകൊണ്ട് ഞാൻ അവനെ ശകാരിച്ചതും അല്ലാഹു ദുആ സ്വീകരിക്കുന്ന സമയവും ഒന്നായി വന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു. ലാ തദഉ അലാ ഔലാദികും
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. മക്കളോട് നിങ്ങൾ മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഒരു സമയമുണ്ട്. ഇന്നലില്ലാഹി സഅ. അല്ലാഹുവിന്റെ ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ വാക്കുകളും അല്ലാഹു ദുആഇന് ഉത്തരം നൽകുന്ന സമയവും ഒന്നിച്ചു വന്നാൽ, പ്രിയപ്പെട്ടവരെ, ദുആഇന് ഇജാബത്ത് നൽകുന്ന ചില സമയങ്ങൾ അല്ലാഹുവിനുണ്ട് എന്നാണ്. ആ സമയത്താണ് നിങ്ങൾ ശകാരിക്കുന്നതെങ്കിൽ, മക്കൾക്കെതിരെയാണ് ശകാരിക്കുന്നതെങ്കിൽ, ആ മക്കൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ശകാരവും അല്ലാഹുവിന്റെ ദുആഇന് ഉത്തരമുള്ള സമയവും ഒരേ സമയത്തായി വരികയാണ്. നിങ്ങൾക്കറിയുമോ, സൗദി അറേബ്യയിൽ ഒരു വികൃതിയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. വികൃതി എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റാത്ത വികൃതി, വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റാത്തൊരു വികൃതി. എന്ത് കണ്ടാലും അതിനെ തല്ലി തകർക്കുകയും വീട്ടിൽ നന്നായി കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യുന്നൊരു വികൃതിയുള്ള പയ്യൻ. ഒരു ദിവസം വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോൾ ആ അതിഥികൾക്കുണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് കല്ലുകൾ എടുത്തിടുകയും അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ഉമ്മ പ്രയാസപ്പെട്ടപ്പോൾ ആ മകനെ നോക്കി ഉമ്മ ശപിക്കുകയാണ്. എന്താണ് ശാപം എന്നറിയോ? അല്ലാഹു നിന്നെ ഹറമിലെ ഇമാമാക്കട്ടെ, അല്ലാഹു നിന്നെ ഹറമിലെ ഇമാമാക്കട്ടെ. ഉമ്മയുടെ ശാപമാണത്. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ശപിക്കേണ്ടത്. ഈ കഥ പറയുന്നത് ആരാണെന്നറിയോ? ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധമായ കഅബയുടെ തൊട്ടടുത്തുള്ള മിമ്പറിൽ വെച്ച് ആ മിമ്പറിന്റെ മുകളിൽ കയറി അബ്ദുറഹ്മാൻ സുദൈസി എന്ന് പറയുന്ന പ്രഭാഷകനാണ് പറയുന്നത്. ആ ഉമ്മ ശകാരിച്ച മകനാണ് ഇന്ന് മിമ്പറിന്റെ മുകളിൽ കയറി നിങ്ങളുമായി അഭിമുഖീകരിക്കുന്നത്. എന്തായിരുന്നു ഉമ്മയുടെ ശകാരം? ഉമ്മയുടെ ശകാരം എന്തായിരുന്നു? അല്ലാഹു നിന്നെ ഹറമിലെ ഇമാമാക്കട്ടെ. ദേശം കൊണ്ട് പറഞ്ഞതാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. കുരുത്തക്കേട് കാണിച്ചപ്പോൾ, കുരുത്തക്കേട് കൊണ്ട് പൊറുതിമുട്ടിയപ്പോ ഉമ്മയുടെ ശകാരമാണ് അല്ലാഹു നിന്നെ ഹറമിലെ ഇമാമാക്കട്ടെ എന്ന്. ആ ഇമാമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളക്കരയിലുള്ള ആളുകൾ അറിയുന്ന അബ്ദുറഹ്മാൻ സുദൈസി എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ. പ്രിയപ്പെട്ടവരെ, അതേപോലെ നമ്മളും നമ്മുടെ മക്കളെ ശപിക്കണമെന്ന് തോന്നിയാൽ നല്ല കാര്യങ്ങൾ കൊണ്ടവർക്ക് ദുആ ചെയ്യാം. അല്ലാഹു നിന്നെ ആലിമാക്കട്ടെ, അല്ലാഹു നിന്നെ പണ്ഡിതനാകട്ടെ, അല്ലാഹു നിന്നെ ഇന്നാലെന്ന പള്ളിയുടെ ഇമാമാകട്ടെ, അല്ലാഹു നിന്നെ മുഖ്യമന്ത്രിയാകട്ടെ, അല്ലാഹു നിന്നെ പ്രധാനമന്ത്രിയാകട്ടെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയും അല്ലാഹു ഉത്തരം നൽകുന്ന സമയവും യോജിച്ചു വന്നാൽ ആ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ശകാരവും നമ്മുടെ ശാപവും അതിന്റെ റിസൾട്ടും നമ്മൾക്ക് തന്നെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതേപോലെ മക്കളെ നശിച്ചു പോകാനാണ് ശപിക്കുന്നതെങ്കിൽ എത്രയോ നശിച്ചുപോയ ഉദാഹരണങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാട്ടിലുമെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പൊ പറഞ്ഞു വരുന്നത് ലോകാവസാനത്തിന്റെ അടയാളം എന്ന് പറയുന്നത് അയ്യകൂനൽ വലദു ഗൈളാ, വാശി പിടിക്കുന്ന ദുർവാശിക്കാരായ, പെട്ടെന്ന് കോപിക്കുന്ന, കോപം കൊണ്ട് ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുന്ന മക്കളുണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ടിവികൾ എറിഞ്ഞു പൊട്ടിക്കുന്ന മക്കള്, പാത്രങ്ങൾ വലിച്ചെറിയുന്നവർ, മൊബൈൽ ഫോണുകളും ടാബുകളും വലിച്ചെറിയുന്നവർ, ഉമ്മയുടെ മുഖം നോക്കി തെറി വിളിക്കുന്നവർ, അധ്യാപകരുടെ മുഖം നോക്കി തെറി വിളിക്കുന്നവർ, ഇങ്ങനെ വാശിക്കാരായ ദുർവാശിക്കാരായ മക്കൾ ഉണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാളിന്റെ പ്രാരംഭം കുറിക്കാനുള്ള കാരണം നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, ശുഭ്രവസ്ത്രധാരിയാണ് അയാൾ, തലമുടിയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, നല്ലൊരു യാത്രക്കാരനാണ്, അവിടെയുള്ള ഒരാൾക്കും അദ്ദേഹത്തെ പരിചയമില്ല. അതേ ചോദിക്കുന്നു, യാ മുഹമ്മദ്, മുഹമ്മദേ അഖ്ബിർനി അനിസ്സാഅ, ലോകാവസാനം എപ്പോഴാണ് എന്ന് എന്നോട് പറഞ്ഞു തരുമോ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദിച്ച ആളെക്കാളും ആ വിഷയത്തിൽ വിവരമുള്ളവനല്ല, നിങ്ങളെക്കാളും ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ പറയാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ വന്ന വ്യക്തി വീണ്ടും ചോദിക്കുന്നത്, എന്നാൽ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന്
ആണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൻതലിദൽ അമതു റബ്ബതഹാ, അടിമ സ്ത്രീയെ ഉടമയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ, അടിമ സ്ത്രീയെ ഉടമയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഭരിക്കുന്ന മാതാപിതാക്കളുടെ മേൽ ആധിപത്യം ചെലുത്തുന്ന മക്കളുണ്ടാവുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾക്കറിയാലോ എങ്ങനെയാണ് ഒരാൾ മാതാപിതാക്കളുടെ മുമ്പിൽ ജീവിക്കേണ്ടത്. ഒരു ദോഷിയായ, തെറ്റുകാരനായ, കുറ്റക്കാരനായ ഒരു അടിമ എങ്ങനെയാണോ യജമാനന്റെ മുന്നിൽ നിൽക്കുന്നത്, അതേപോലെയാണ് പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കേണ്ടത്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ കുട്ടിയാണ്. നമ്മൾക്ക് 30 വയസ്സായാലും 40 വയസ്സായാലും മാതാപിതാക്കളുടെ കുട്ടിയാണ് നമ്മൾ കോടികൾ സമ്പാദിച്ചാലും, കൊട്ടാര സമാനമായ വീടെടുത്താലും, നാട്ടിലേക്ക് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ കുട്ടിയാണ്. മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദോഷിയായ, പാപിയായ, തെറ്റുകാരനായ ഒരടിമ ഒരു പരുക്കൻ സ്വഭാവത്തിന്റെ ഉടമയായ, അക്രമിയായ, ഒരു ക്രിമിനലായ യജമാനന്റെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതേപോലെയാണ് മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ നിൽക്കേണ്ടത് എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ മക്കൾ അങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറാറുള്ളത്? മാതാപിതാക്കളുടെ മേൽ ആധിപത്യമാണ്. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളാണ്. നമ്മുടെ തോറ്റുപോകുന്ന ഒരേ ഒരു സ്ഥലം നമ്മുടെ മക്കളുടെ മുമ്പിലല്ലയോ? പ്രിയപ്പെട്ടവരെ, എവിടെയും തോറ്റുകൊടുക്കാത്ത നമ്മുടെ, എവിടെയും പരാജയപ്പെടാത്ത നമ്മള് തോറ്റുകൊടുക്കുന്ന സ്ഥലം നമ്മുടെ മക്കളുടെ മുന്നിലല്ലയോ? ആനയെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ആനയെ കാണിച്ചു കൊടുക്കാം. പിന്നെ കുട്ടി പറയുന്നത്, ആ ആനയെ ഈ സ്പൂണിലിട്ട് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഇട്ട് കൊടുക്കാനാണ് പ്രിയപ്പെട്ടവരെ? പിന്നെ കരച്ചിലായി എന്തിനാ കരയുന്നത്? ആനയെ സ്പൂണിലിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആനയെ കുഞ്ഞുണ്ണി മാഷും മങ്ങാട്ടച്ഛനും നല്ല സുഹൃത്തുക്കളും കല്യാണം കഴിഞ്ഞ കുട്ടികളായിട്ട് വർഷങ്ങളായിട്ട് കാണുന്നില്ല. ഞാൻ മനസ്സിലായി. അപ്പൊ എന്തെങ്കിലൊന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ കാണാനാണ്? കുട്ടികളായതിനു ശേഷം കുട്ടികളുടെ അടിമയായിട്ട് കുട്ടികൾ പറഞ്ഞു ആനയെ കാണും. ഞാൻ ആനയെ കാണിച്ചു. പിന്നെ പറയാണ് ഒരു സ്പൂണ് കാണിച്ചിട്ട്, ആ ആന ഇതിന് നിർത്തി തരൂ ഉപ്പ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ഇങ്ങനെയുള്ള കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അടിമകളെ പോലെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടതും. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ കഴിയാത്ത പാവങ്ങളായ പിഞ്ചുമക്കൾ അവർക്ക് പക്വത എത്തുന്നത് വരെ അവരുടെ കൂടെ അവരുടെ സ്വഭാവത്തിൽ തന്നെ നമ്മൾ കളിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു മക്കളുണ്ടായാൽ മക്കളെ പോലെ അഭിനയിക്കണം എന്നാ പറഞ്ഞത്. ആക്ട് ചെയ്യണം. നിങ്ങളൊക്കെ പള്ളി പ്രസിഡന്റ് ആവാം, നിങ്ങൾ അറിയപ്പെട്ട നേതാക്കന്മാരാവാം, രാഷ്ട്രീയ നേതാക്കന്മാരാവാം, പള്ളിയുടെ ഖതീബായിരിക്കാം. പക്ഷേ നിങ്ങൾ വീട്ടിലെത്തിയാൽ 7 വയസ്സുവരെ മക്കളെ പോലെ അഭിനയിക്കണമെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഒട്ടകത്തെ പോലെ 2 കാല് നിലത്ത് കുത്തി 2 കൈയും നിലത്ത് കുത്തി മക്കൾക്കൊരു കുതിര സവാരി നടത്തി കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ മുമ്പിൽ പല കോമാളിത്തരങ്ങളും അവരെ ചിരിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് കളിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് കുട്ടികളായി ആക്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ കുട്ടിയായി അഭിനയിക്കണം. അവിടെ നിങ്ങൾ ഞാൻ പള്ളി പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് മസിൽ പിടിക്കരുത്, ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞ് മസിൽ പിടിക്കരുത്. നിന്റെ പോലീസ് ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് കാക്കി അഴിച്ചു വരണം. വീട്ടിലേക്ക് വരുമ്പോൾ പോലീസിന്റെ കാക്കിയും ധരിച്ച് മക്കളുടെ മുന്നിലേക്ക് വരണ്ട. വഅദ് പറയുന്ന തലപ്പാവ് ധരിച്ച് നിന്റെ മക്കളുടെ മുന്നിൽ വരണ്ട. അവിടെ നീ കുട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അനാ തലിദൽ അമതു റബ്ബതഹാ അടിമസ്ത്രീ പ്രസവിക്കുന്നത് ആരെ? ഉടമയെ പ്രസവിക്കുന്നത്. മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅയ്യറൽ ഹുഫാതൽ ഉറാതൽ ജൂഅ് വഅയ്യറൽ ഹുഫാത് അൽ ഉറാതുൽ ജൂഅ് യതബാറൂന ഫിൽ ബുനിയാൻ. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില അടയാളങ്ങളാണ് വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത ദിആഅശ്ശാഇ യതതാബലൂന ഫിൽ ബുനിയാൻ. കാലിൽ ചെരുപ്പ് ധരിക്കാൻ പൈസയില്ലാത്തവർ, കാലിൽ ചെരുപ്പ് ധരിക്കാൻ പൈസയില്ലാത്തവരെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ശത്രുക്കളൊക്കെ അഴിച്ചോടിയ ചെരുപ്പുകളാണ് അവരുടെ കാലിലെ ചെരുപ്പായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. പല സമയത്തും കാലിൽ ചെരുപ്പില്ലാതെ തബൂക്ക് യുദ്ധത്തിലേക്ക് പോയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ സ്വഹാബാക്കളുടെ വിരലുകൾ വെള്ളുകേറിയത്. രാത്തുൽ ദിഖാ എന്നാണ് തബൂക്ക് യുദ്ധത്തിന്റെ പേര്. ശക്തമായ ചൂടുള്ള കാലമായിരുന്നു അത്. ആ ചൂടുള്ള കാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ സ്വഹാബാക്കളുടെ കയ്യിൽ ഒട്ടകങ്ങളില്ല, കുതിരകളില്ല. ഒരാൾ കുതിരയുടെ മുകളിൽ കയറിയാൽ മറ്റൊരാൾ താഴെ ഇറങ്ങി നടക്കും, വേറെ ഒരാൾ കയറിയാൽ മറ്റൊരാൾ താഴെ ഇറങ്ങി നടക്കും. ചെരുപ്പില്ലാതെ നടന്ന് ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ നടന്നിട്ട് അവരുടെ കാലിന്റെ താഴ്ഭാഗങ്ങളിൽ നിന്ന്, കാൽപാദങ്ങളിൽ നിന്ന് രക്തം പൊട്ടാൻ തുടങ്ങി, ചുണ്ടുകൾ കീറാൻ തുടങ്ങി, നഖങ്ങൾ മുറിയാൻ തുടങ്ങി. അങ്ങനെ ആ മുറിഞ്ഞ് രക്തമൊഴുകുന്ന സ്ഥലത്ത് വെച്ചു കെട്ടാൻ ഒരു തുണി കഷ്ണം പോലുമില്ലാതെ ഉടുത്ത മുണ്ടിൽ നിന്ന് ചെറിയൊരു കഷ്ണം കീറിയെടുത്തിട്ട് അവരുടെ നഖങ്ങൾ ഒലിച്ചു പോവാതിരിക്കാൻ, നഖങ്ങൾ തെറിച്ചു പോവാതിരിക്കാൻ വേണ്ടി നഖങ്ങളെല്ലാം അവരുടെ ഉടുത്ത തുണിയിൽ നിന്ന് മുറിച്ച കഷ്ണങ്ങൾ എടുത്ത് കെട്ടിവെച്ചു. ഇതിനെയാണ് തുണിക്കഷ്ണങ്ങൾ കൊണ്ട് കെട്ടിവെക്കപ്പെട്ട യുദ്ധം എന്നതിന് പേര് വരാനുള്ള കാരണം അങ്ങനെ ചെരുപ്പ് പോലും ധരിക്കാനില്ലാത്ത അറബികൾ കാറ്റു വന്നാൽ അവരുടെ ഔറത്ത് വെളിവാറുണ്ടായിരുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരൊറ്റ വസ്ത്രമാണെന്ന് പറഞ്ഞ് ഒരു നേരത്തെ ജമാഅത്ത് കഴിഞ്ഞ് ദുആഇന് പോലും ഇരിക്കാതെ, ദിക്റിന് പോലും ഇരിക്കാതെ, ക്ലാസുകൾക്ക് പോലും ഇരിക്കാതെ സലാം വീട്ടിയ ഉടനെ പോയ സ്വഹാബാക്കളുടെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഭാര്യയ്ക്കും എനിക്കുമായി ഇവരൊരു വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിലെ 70ഓളം തുന്നലുകളെ, കീറിയ ഭാഗങ്ങളിൽ 70ഓളം തുന്നലുകള്. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരന്റെ പാന്റിലുണ്ട് കീറിയ ഭാഗങ്ങളെ, ഇന്നത്തെ ചെറുപ്പക്കാരന്റെ വസ്ത്രങ്ങളിലുണ്ട് കീറിയ ഭാഗങ്ങളെ. 70 100 കണക്കിന് തുന്നലുകൾ കാണാം. അപ്പൊ നമ്മൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പറയും, എന്റെ ഉപ്പമാർ എന്തോ ഒരു ത്യാഗം ചെയ്തവരാണ്, കീറിയ കുപ്പായം ധരിച്ച് നടന്നവരായിരുന്നു എന്റെ ഉപ്പമാർ. അല്ലെ, കീറി പറഞ്ഞ കുപ്പായമാണ് ചെറുപ്പക്കാരൻ ധരിക്കുന്നത്. അവന്റെ പാന്റ് കീറിയതാണ്, ജീന് കീറിയതാണ്, കുപ്പായം കീറിയതാണ്. ഔറത്ത് പോലും കണ്ടാൽ കുഴപ്പമില്ലാതെ പള്ളിയിലേക്കും ഔറത്ത് കാണിച്ചു വന്ന് അതേപോലെ നിസ്കരിച്ച് കടമ നിർവഹിച്ചു പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ മക്കൾ അഭിമാനിക്കാൻ പോകുന്നുണ്ട്. നാളത്തെ വാദകളിൽ നിങ്ങളുടെ പേരുകൾ പരാമർശിക്കപ്പെടാൻ പോകുന്നുണ്ട്. കാരണം എന്റെ ഉപ്പമാർ സാഹിദികളായിരുന്നു, എന്റെ ഉപ്പമാർ അവരുടെ യൗവനത്തിൽ ത്യാഗം ചെയ്തവരാണ്, കീറിപ്പറിഞ്ഞ കുപ്പായം ധരിച്ച് ജീവിച്ചവരാണ് എന്ന് നിങ്ങളെ കുറിച്ച് അഭിമാനത്തോടെ ഒരു കാലത്ത് പറയാനുണ്ട്. ഏതുപോലെ നമ്മളൊക്കെ ഉമർ തങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ 70ഓളം ചുന്നുകളുള്ള കുപ്പായമിട്ട് നടന്നവരാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുപ്പായമില്ലാത്തവരാണവർ, പ്രിയപ്പെട്ടവരെ, ചെരുപ്പില്ലാത്തവരാണവർ. അങ്ങനെയുള്ള അറബികൾ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കുന്ന ഒരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിൽ മത്സരിക്കും. തതാവല എന്ന് പറഞ്ഞാൽ മത്സരിക്കാനാണ്. മത്സരിച്ച് യുദ്ധം ചെയ്യാം. തതാവല മത്സരിച്ചുകൊണ്ട് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നു. ഇത് പറയുന്നത് ആരാണ്? അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളാണ്. നബിതങ്ങളുടെ വീടാണെങ്കിൽ സ്റ്റേജിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ചെറ്റക്കൂരയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്. 2 പേര് കിടന്നാൽ മൂന്നാമതൊരാൾക്ക് കയറാൻ അവിടെ സ്ഥലമില്ല. ഒരാൾ കിടന്നാൽ മറ്റൊരാൾക്ക് നിസ്കരിക്കാം. 2 ആളുകൾ കിടന്നാൽ 3 ആളുകൾക്ക് കയറാൻ സ്ഥലമില്ലാത്ത, ഒന്ന് ചാടിയാൽ റൂഫിലേക്ക് കൈതട്ടുമായിരുന്നു. ആര്? 15 വയസ്സുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളടക്കമുള്ള കുട്ടികൾ ഒന്ന് ചാടിയാൽ അവരുടെ കൈകൾ റൂഫിലേക്ക് തട്ടാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള കൊച്ചുകൂരയിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അറബികൾ ബിൽഡിങ്ങുകൾ എടുക്കുന്നതിൽ മത്സരിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ഇത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. അറബികളാണ് ഏറ്റവും വലിയ ഉയർച്ചയിലുള്ള ബിൽഡിംഗുകൾ എടുത്തിരിക്കുന്നത്. ബുർജ് ഖലീഫ അറബികളുടേതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്ലോക്ക് ടവർ അറബികളുടേതാണ്. ഏത് അറബികൾ? അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളുടെയും പ്രവിതാക്കളായ അവരുടെ പേരക്കുട്ടികളായ അറബികൾ ഉണ്ടാക്കിയതാണ് ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിന്റെ കഥ പറയുമ്പോൾ അവിടെ മറ്റൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മദീനയിൽ ഒരു
ബിൽഡിങ്ങുകൾ വരികയാണ്. എന്തിനേക്കാൾ ഇവിടെയുള്ള പർവ്വതങ്ങളെക്കാളും ഉയർച്ചയിൽ ബിൽഡിങ്ങുകൾ വന്നാൽ ലോകാവസാനം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിക്കൂടൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരു അസർ മഹാന്മാര് പറഞ്ഞത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇതാ പർവ്വതത്തിന്റെ ഉച്ചയേക്കാളും പർവ്വതത്തിന്റെ കൊടുമുടിയേക്കാളും മുകളിലേക്ക് ബിൽഡിങ്ങുകൾ ഉയർന്നു വരുന്ന ഒരു കാലം നിങ്ങൾ കാണാനിടയായാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ഉദ്ധരിക്കുന്നുണ്ട്. അല്ല, അതൊരു അസറാണ് എന്ന അഭിപ്രായവുമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, 570ഓളം മീറ്ററാണ് അവിടെയുള്ള ക്ലോക്ക് ടവറിനുള്ളത്. 570ഓളം മീറ്ററാണ്. കൃത്യമായ കണക്കല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ജബൽ അബീ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതമാണ് അവിടുത്തെ ഏറ്റവും വലിയ പർവ്വതം. മക്കയിലുള്ള ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് ജബൽ അബീ ഖുബൈസ് ആണ്. ജബൽ അബീ ഖുബൈസിന്റെ നീളം എന്ന് പറയുന്നത് 530 ആണ്. ഏകദേശം ഒരു 40 മീറ്ററോളം വലുപ്പമുണ്ട്. എന്തിന്? അവിടെയുള്ള പർവ്വതങ്ങളെക്കാളും ഉയർച്ചയുണ്ട് അവിടെയുള്ള ബിൽഡിങ്ങുകൾക്ക്. ഇങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ചില അസറുകളിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ മറ്റൊരു അസറിലൂടെ കാണാൻ കഴിയും, മക്കയിൽ നിങ്ങൾ ടണലുകൾ കാണാനിടയായാൽ, പാറകൾ കൊണ്ട് നിറഞ്ഞിരുന്ന, പർവ്വതങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന മക്കയിലെ ടണലുകൾ കാണാനിടയായാൽ അതും ലോകാവസാനം സംഭവിച്ചു എന്നതിന്റെ അടയാളമാണ്. ഇന്ന് മക്കയിൽ പോയാൽ ടണലല്ലാതെ വല്ലതും നിങ്ങൾ കാണുന്നുണ്ടോ? ഖദാഇം എന്നാ പറയുന്നത്. മക്കയിലെ ടണലുകളല്ലാതെ വേറെ വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? നിറയെ ടണലുകളാണ്. എന്തിനേറെ കഅബയുടെ തൊട്ടടുത്ത് പോലും ഉള്ളത് എന്താണ്? ടണലുകളാണ്. അജിയാദിന്റെ മേഖലയിലേക്ക് പോകുമ്പോ, അല്ലെ, അജിയാദിലേക്കൊക്കെ പോകുമ്പോ അവിടെ കാണാം നമ്മൾക്ക് ടണലുകൾ. എന്തിനോട് ചേർന്ന്? നമ്മുടെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ടണലുകൾ കാണാൻ കഴിയും. അങ്ങനെ മദീനയിൽ ടണലുകൾ നിങ്ങൾക്ക് വ്യാപകമായി കാണാനിടയായാൽ അത് ലോകാവസാനം അടുത്തു എന്നല്ല, ലോകാവസാനം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വഹീഹ് മുസ്ലിമിലെ മറ്റൊരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മുഖമാകെ വിവർണമായി, പേടിച്ചുകൊണ്ട് നബി തങ്ങളുടെ മുഖമാകെ വിവർണമായി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ നിന്നിറങ്ങി വന്നു. സ്വഹാബാക്കൾ പേടിയോടെ എങ്ങോട്ടാണ് നബി തങ്ങൾ പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ്, ഭയത്തോടെ, പേടിയോടെ. കാരണം നബി തങ്ങളുടെ മുഖമാകെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. പേടി കാരണത്താൽ മുഖത്താകെ പേടിയുടെ ഭാവമുണ്ട്. അങ്ങനെ നബി തങ്ങൾ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്, മസ്ജിദുൻ നബവിയിലേക്കാണ്. അവിടെ തടിച്ചുകൂടിയ സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വൈലുൽ ലിൽ അറബ്, അറബികൾക്ക് നാശമാണ്. വൈലുൽ ലിൽ അറബി, അറബികൾ അപകടത്തിന്റെ മുൻപിലാണ്. വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, അറബികളിലേക്ക് ഒരു ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു അപകടം വരാനുണ്ട്. ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, അറബികളിലേക്ക് വലിയൊരു അപകടം വരാനിരിക്കുകയാണ്, അവരിലേക്ക് അടുത്തിരിക്കുകയാണ്. ഏതാനും സമയം കഴിഞ്ഞാൽ ആ അപകടം അവരെ വേട്ടയാടാൻ പോവുകയാണ്. എന്നിട്ട് നബി തങ്ങളുടെ തള്ള വിരൽ കൊണ്ട്, നബി തങ്ങളുടെ ചൂണ്ട് വിരൽ കൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ ഒരു വട്ടാകൃതി ഉണ്ടാക്കി, ഒരു സർക്കിൾ ഉണ്ടാക്കി സ്വഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്തു. തന്റെ തള്ള വിരൽ കൊണ്ടും തന്റെ ചൂണ്ട് വിരൽ കൊണ്ടും ഒരു സർക്കിൾ ഉണ്ടാക്കി, ഇതുപോലെ ഒരു സർക്കിൾ ഉണ്ടാക്കി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഫുതിഹൽ യൗമ മിൻ റദ്മി യജൂജ വ മഅജൂജ, യജൂജിനെയും മഅജൂജിനെയും ഈ ഭൂമിയിൽ നാശമുണ്ടാക്കാതിരിക്കാൻ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ് വലിയൊരു മതിൽകെട്ടിന്റെ സഹായത്തോടെ. ആ മതിൽകെട്ടിൽ ഇത്തിരി പോന്ന ദ്വാരമുണ്ടായിട്ടുണ്ട്, ഇത്തിരി പോന്ന ദ്വാരമുണ്ടായിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. യജൂജ് മഅജൂജ് മതിൽ തകർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് മതിൽ കെട്ടിക്കൊടുത്തത്? ദുൽഖർനൈൻ എന്ന് പറയുന്ന അലക്സാൻഡ്രിയൻ രാജാവ് അവിടെയുള്ള ജനങ്ങളെ ഇവരുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈയം കൊണ്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മതിലുകളാണത്. നിരന്തരമായി തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ ഹബീബായ നബി
നിമിത്തങ്ങൾ ജനിച്ചപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ ഇത്തിരി പോകുന്ന ഒരു ദ്വാരമുണ്ടായി. ഇത്തിരി പോകുന്ന ദ്വാരം ഇന്ന് 1400 വർഷങ്ങൾ കഴിഞ്ഞു. ആ ദ്വാരത്തിന് ഇത്ര വലിപ്പമുണ്ടാകും എന്ന് വെച്ചാൽ ലോകാവസാനം അടുത്തിട്ടുണ്ട് എന്നല്ല, ലോകാവസാനം സംഭവിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനോടെ തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഈമാനോടെ മരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകട്ടെ.